ഹലോ ഹായ്, ദിസ് ഇസ് മീ സാത്താൻ. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 നിന്നും ഗബ്രി എവിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സീസൺ 6 തന്നെ ഭയങ്കര ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു എവിക്ഷൻ. കാരണം ഇനിയുള്ള വരും ദിവസങ്ങളിലുള്ള കോണ്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഏത് രീതിയിലേക്ക് പോകുന്നുള്ളത് ഇനി നമ്മൾ കണ്ടു നോക്കണം. എന്തായാലും ഒരുപാട് വ്യത്യാസങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ്സ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിൽ യാത്രക്കാരായിട്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ടീം ജാസ്മിനെയും ഗബ്രിയെ മാത്രമാണ് കോക്പിറ്റിലിരുത്തി ഈ ഒരു ഫ്ലൈറ്റ് റൺ ചെയ്യിക്കാനെ കൊണ്ട് അനുവദിക്കുന്നത്. എന്നതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ഓരോ യാത്രക്കാർക്കും ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയില്ല എന്നുള്ളതല്ല, അവർക്കും ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം. എന്നിരുന്നാൽ കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഈ ജാസ്മിനെയും ഗബ്രിയാണ് ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് മുന്നിലേക്ക് വിട്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നും ഇപ്പോൾ ഗബ്രി ഈ ഒരു കോക്പിറ്റിൽ നിന്നാണെങ്കിൽ പുറത്തേക്ക് ചാടി ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ വലിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒരാൾക്ക് റൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി അവിടെ എന്താണ് സംഭവിക്കുക? അപ്പം അതായത് ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഇവരെ കോക്പിറ്റിൽ ഇരുത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് കോണ്ടൻസ് ആണ്. അവർ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തേക്കുന്ന ആരുടെയായിരുന്നു? ഈ ഗബ്രി കോംബോയുടെ തന്നെയായിരുന്നു ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുന്ന് ഗബ്രി മാറി. അപ്പോൾ ഇനി അവിടേക്ക് ഇനി പുതിയൊരാളെ ഇഞ്ചെക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ജാസ്മിനെയും കോക്പിറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റു മത്സരാർത്ഥികളെ ഇനി ആ ഒരു കോക്പിറ്റിൽ കൊണ്ടിരുത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ഇന്നത്തെ ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ജാസ്മിൻ്റെ കരച്ചിലും ബഹളമൊക്കെ കണ്ട് എൻ്റെ പൊന്നു മക്കളെ, സത്യം പറയല്ലോ, ഇജ്ജാതി അഭിനയം എന്ന് പറഞ്ഞ ഇജ്ജാതി അഭിനയം. ഇവിടെ ഒരാൾ ഇമോഷണലി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ പരിപാടികളൊക്കെ നമ്മൾ കാണിക്കും അത്ര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ. പക്ഷെ ഇത് നിന്ന് തുള്ളി അത് ഈ തുള്ളലെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്ത് ഹൗസിലേക്ക് വന്നിട്ട് ഇവരുടെ ലിവിങ് ഏരിയയിലോട്ട് വന്നിട്ട് അവിടെ കിടന്നും കുറേ ഷോ ഓഫ് കാണിക്കുന്നു. പിന്നെ ഗബ്രിയെ കാണിച്ചപ്പം എൻ്റെ ഗബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നടാവേ ഒരു വിശ്വസാധനം. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര ഒരു ആക്ട്രസ്സാണ്. കാര്യം എന്ന് വെച്ചാൽ ഓരോ സംസാരങ്ങൾക്കിടയിൽ ഇടുന്ന റിയാക്ഷൻസ് ഉണ്ട്, അതൊരു അപാര സാധനമാണ്. കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ അടുത്ത് ഇവർ ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാനോ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ വീർപ്പിച്ചിട്ട് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഈ കരച്ചിലിൻ്റെ സാധനം എനിക്ക് കണ്ടപ്പോൾ അതുപോലത്തെ ഒരു സാധനം ഫീൽ ചെയ്തു. പിന്നെ ഇവരുടെ റൂമിനകത്തേക്ക് വന്നിരുന്നിട്ട് റെസ്മിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഗബ്രി ഇറങ്ങി പോകാൻ നേരമാണെങ്കിൽ ജാസ്മിൻ്റെ അടുത്താണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഇടയ്ക്ക് സിജോ ചേട്ടൻ്റെ പേര് വിളിച്ചപ്പോൾ പോലും ജാസ്മിൻ്റെ പേര് അവിടെ വിളിച്ചില്ല. എന്തുകൊണ്ട് അവൻ എൻ്റെ പേര് വിളിച്ചില്ല എന്നുള്ളത് പലരും ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞു. ഒപ്പം പലരും പല വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സുകളിലും പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ കാര്യമാക്കി എടുക്കണ്ട. ഇപ്പം ഞാൻ സമ്മർ വീഡിയോയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും അതിനകത്ത് പറയുന്നത് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബിഗ് ബോസിൻ്റെ ടീം ഒരുപക്ഷെ അങ്ങനെ ജാസ്മിൻ്റെ പേര് പറയില്ലെന്ന് പറഞ്ഞതായിരിക്കാം. അതൊരു വിദൂരതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ്, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ കാരണമാണ് ഞാനിത് പുറത്തായിട്ടുള്ളത് എന്നുള്ളൊരു ദേഷ്യം തോന്നിയതിൻ്റെ പേരിലായിരിക്കാം പറയാതിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് വിഷമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഗബ്രി പറയാതിരുന്നത്. ഇങ്ങനെ 3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മർ മീഡിയയിൽ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇത്തരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പം ജാസ്മിൻ ഗബ്രി നമ്മൾ എന്തൊക്കെ കിടന്ന് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സമയത്തിനകം തന്നെ ആണെങ്കിൽ ഇത്രത്തോളം സംഭവിച്ചു എന്ന് അറിയാനെ കൊണ്ടൊരു ടൈം അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാൽ കൂടി ഇത്രയും അടുത്ത നല്ല 2 സുഹൃത്തുക്കളല്ലേ. അപ്പം അവർ പറയുന്ന പോലെയുള്ള സുഹൃത്തുക്കളല്ല, നമുക്കങ്ങനെ സുഹൃത്തുക്കളല്ലല്ലോ അവർ. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 പേര് തമ്മിൽ പെട്ടെന്ന് പിരിയുകയാണ്. അപ്പം ജാസ്മിൻ ഇത്രത്തോളം കരയുന്നുണ്ട്. ഗബ്രി ആദ്യം തൊട്ടേ ഒരു സ്മൈല് കീപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗബ്രി ജസ്റ്റ് യൂഷ്വലായിട്ട് കാഷ്വലായിട്ട് ജസ്റ്റ് എല്ലായിടത്തും പറഞ്ഞിങ്ങനെ പോകുന്നു. പിന്നെ പ്രത്യേകം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ ഒരു മൊമെൻ്റാണ്. നമ്മൾ ചില മരണ വീടുകളിൽ നമുക്ക് അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടി ചിലരും നമ്മൾ പോകാറില്ല. ഓക്കെ, അതിന് പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയത്തില്ല. കാരണം നമുക്കൊരു പക്ഷേ ഉള്ളിലുള്ള ഭയം, പേടി, വിഷമം, അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള മനസ്സിന് ത്രാണി ഇല്ലാതിരിക്കുക, അങ്ങനെ ചില കാരണം കൊണ്ട് നമ്മൾ മരണ വീട്ടിൽ ചില ആളുകൾ പോകാറില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കില്ല. എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയില്ല. അതുപോലുള്ള സംഭവം ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല, എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഞാൻ ഗബ്രി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഗെയിമും കാര്യങ്ങളും ആ ഒരു ബിഗ് ബോസിൻ്റെ പടിവാതിക്കൽ ഞാൻ ഇട്ടു, ഇനി ഇങ്ങോട്ട് വരുന്നത് വെറും മനുഷ്യനായിട്ടാണ്, ഇപ്പം നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിട്ട് ബ്രദറായിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അന്ന് സായിച്ചേട്ടൻ ഫസ്റ്റ് സീക്രട്ട് ഏജൻറ്റ് ഫസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഗബ്രി നല്ലൊരു പ്ലെയറാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ അവിടെ വളരെ ചുരുക്കമാണ്. കാര്യം ഗബ്രി ഇടയ്ക്ക് വളവള അടിക്കുമെങ്കിൽ പോലും ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ പോലും ഗബ്രിയുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ ഇല്ല. ഓക്കെ, വെർബലി ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഗബ്രി തന്നെയാണ്. നമ്മൾ ഒരുപാട് ഇവരുടെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പോസിറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഗബ്രിയുടെ ഇത്ര വെർബലി പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരാൾ സിജോ ചേട്ടൻ. പക്ഷേ സിജോ ചേട്ടൻ മറ്റേ റോക്കി ബായ് ഇടിച്ച് വെളിയിലാക്കുന്നതിന് തൊട്ട് മുമ്പേ ആണെങ്കിൽ സിജോ ചേട്ടനാണെങ്കിൽ സംസാരിക്കാൻ കുറച്ച് പവർ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് വന്നതിന് ശേഷം കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും സിജോ ചേട്ടനും ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത് നമ്മുടെ ഗബ്രി തന്നെയാണ്. പക്ഷേ ഗബ്രി ആ ഒരു സിജോ ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ കുറച്ച് സംസാരം പിന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ ഗബ്രി സത്യം പറഞ്ഞാൽ വെർബലി അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും ഇവരുടെ ടോപ്പിക്സ് കണ്ടന്റ് ബിഗ് ബോസിൻ്റെ ഇത് എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്നിരുന്നാലും ഇപ്പം ഫെയർ അൺഫെയർ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒരു ഫെയറും അൺഫെയറും ഇല്ല. എനിക്കിതോടെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ വിവാദങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അഖിലേട്ടൻ്റെ ആണെങ്കിലും ശോഭേച്ചിയുടെ ആണെങ്കിലും കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് അഖിലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വോട്ടിങ്ങിൽ ഇവർക്ക് അധികമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഇതിൻ്റെ കൂടുതൽ ഇവരുടെ ഈ എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നില്ല ഇവരുടെ ഹയർ ടീംസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അൺഫെയർ ആയിട്ട് വോട്ടിങ്ങിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. അപ്പോൾ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ഫെയർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാര്യം ഇനിയും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒരു 99% ഫെയർ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്കിതുകൊണ്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പം അത്രയും സാധനങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോസ് സാത്താൻ സ്റ്റുഡിയോ എന്നുള്ള പറഞ്ഞ ചാനൽ സെർച്ച് ചെയ്ത് വീഡിയോസ് കാണുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. എങ്കിലും ഒരാളെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുന്ന ആളുകളുടെ അടുത്ത് അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരാളുടെ അടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് വീഡിയോസ് ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ ഫോൺ നല്ല പണിയാണ്, ഭയങ്കര വിഷയമാണ്. കാര്യം ഫോൺ എടുത്തിട്ട് ഇപ്പം 4 വർഷത്തിന് മേലെയായി, പുതിയൊരു ഫോൺ എടുക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ എനിക്കിവിടെ നെറ്റ്വർക്കിൻ്റെ ഭയങ്കര പ്രോബ്ലം. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം പോലും അപ്ലോഡ് ആവാൻ വളരെ താമസമാണ്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറേ പണി തരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വള്ളികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ സാധനം സ്പോട്ടിൽ വരുന്ന സാധനം അതിൻ്റെ ഇൻഫർമേഷൻസ് ടോപ്പിക്സ് ഇതിൻ്റെ കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ പിന്നീട് എനിക്ക് ഇടാനെ കൊണ്ട് കഴിയുന്നില്ല. ഓക്കെ, ഇന്നിപ്പോൾ ഒരു റിലവൻ്റ് ആയിട്ടൊരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. കാര്യം ഫോണിൻ്റെ ഈ പരിപാടിയൊക്കെ ഈ രീതിയിലായതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. വീഡിയോ പിന്നെ എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ആവണമല്ലോ. ഒപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. വേറെ ഇപ്പം വിവാദങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അഖിലേട്ടൻ്റെ ആണെങ്കിലും ഓരോ വീഡിയോസ് ഞാൻ നേരെ ഡൗൺലോഡ് ചെയ്യുക, ഇതിനകത്ത് നേരെ കോപ്പി പേസ്റ്റ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സാധനം പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ഒരുമാതിരി കുറേ വൃത്തിയായിട്ട് തംബ്നെയിലും കാര്യങ്ങളൊന്നും എനിക്കിടുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എന്നിരുന്നാൽ പോലും ഗതികേട് കൊണ്ട് ഞാൻ അപ്പം തംബ്നെയിൽ നേരെ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ നേരെ വെച്ചിട്ട് ആ വീഡിയോസൊക്കെ നേരെ റീപോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദയവ് ഇതൊന്നും തോന്നരുത്. ഞാൻ ഇത്രയും ഈ ഒരു ടെക്നിക്കലി ഉള്ള ഈ ഒരു ഇഷ്യൂവിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തുള്ള വീഡിയോസ് അങ്ങനെ ഇട്ട് പോകുന്നത്. നമ്മൾ കുറച്ച് ടെക്നിക്കലി കുറച്ച് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. എന്തായാലും നമ്മളിപ്പം ഈ വീഡിയോ തന്നെ ഞാൻ എന്ത് പാടുപെട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫോണ് നല്ല പണി, ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അപ്പോൾ നമ്മുടെ നിങ്ങളുടെ അടുത്ത് ആ ഒരു എൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്ര ഡെഡിക്കേറ്റഡ് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം തോന്നി. പിന്നെ നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു വിഷയം ഓക്കെ, ഇത് പേഴ്സണലി ഉള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി ബിഗ് ബോസ് സീസണിലുള്ള ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ജാഫറിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും കണ്ടന്റ് മുന്നോട്ട് ഇത് എങ്ങനെ രീതിയിൽ പോകും എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളതാണ്. അതിൻ്റെ ഉറപ്പായിട്ടും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസ് ഇനി വരുന്ന എപ്പിസോഡുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കി കാണാം.